ചാത്തമറ്റം കർമ്മേൽ സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് ഓർത്തഡോക്സ് പള്ളിയുടെ കൂദാശ കർമ്മം നടന്നു. ചടങ്ങുകൾക്ക് പരിശുദ്ധ കാതോലിക്ക ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ചാത്തമറ്റം കർമ്മേൽ സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് പള്ളി കോടതി വിധിയിലൂടെയാണ് ഓർത്തഡോക്സ് സഭയുടെ കീഴിലായത്. പുനർനിർമ്മിച്ച ശേഷമുള്ള കൂദാശ കർമ്മത്തിന് പരിശുദ്ധ കാതോലിക്ക ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ ബാവ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. മെത്രാപ്പൊലീത്തമാരും വൈദികരും പങ്കുകൊണ്ടു. ഞങ്ങളുടെ ജീവനെ സംരക്ഷിച്ച് നയിക്കുന്നവരും ഞങ്ങളുടെ ആത്മാക്കളെ സഹായം രക്ഷിതാവുമായ നിന്റെ കൃപയ്ക്ക് സ്തുതി പാടുവാനും ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രം സമർപ്പിക്കുന്നു. അതിപ്പോഴും എല്ലായ്പ്പോഴും എന്നും വന്നേക്കും തന്നെ. നിന്റെ കൃപയും പ്രകാരം എന്നോട് കരുണ ചെയ്യണമേ. നിന്റെ കരുണയുടെ ബോധത്തിനും പ്രകാരം എൻ്റെ പാപങ്ങൾ മായിക്കണമേ. എന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു. നിന്റെ ഇതോടനുബന്ധിച്ച് പൊതുസമ്മേളനവും ഉണ്ടായിരുന്നു. യൂഹാനോൻ മാർ പോളികാർപ്പോസ് മെത്രാപ്പൊലീത്ത അധ്യക്ഷത വഹിച്ച യോഗം കാത്തോലിക്ക ബാവ ഉദ്ഘാടനം ചെയ്തു. ഡീൻ കുര്യാക്കോസ് MP, മാത്യു കുഴൽനാടൻ MLA, സജി കെ വർഗീസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ഇൻസ്റ്റിറ്റ്യൂഷനാണ് നമ്മുടെ പള്ളി എന്ന് പറയുന്നത്. പള്ളിയിലേക്ക് ആദ്യത്തെ വരവും അവസാനത്തെ വരവും നമ്മൾ അറിയാറില്ല എന്നതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ആദ്യം പള്ളിയിൽ കൊണ്ടുവരുന്നത് മാമോദിസ മുക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ അറിയുന്നില്ല. അവസാനം കൊണ്ടുവരുന്നത് നമ്മുടെ സംസ്കാരത്തിന് വേണ്ടിയിട്ടാണ്. നമ്മൾ അറിയുന്നില്ല. അപ്പം ആദ്യത്തെയും അവസാനത്തെയും വരവ് നമ്മൾ അറിയാതെ നമ്മൾ വരുന്ന സ്ഥലമാണ് ദേവാലയം. ആദ്യത്തെയും അവസാനത്തെയും വരവിനിടയിലുള്ളതാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. ആ ജീവിതത്തിലുടനീളം തീർച്ചയായും ഞാനൊരു വളരെ ഏറ്റവും പക്വമതിയായ ഒരു വിശ്വാസിയോ അല്ലെങ്കിൽ ആ നിലയിൽ ഒരു വിശ്വാസ തീക്ഷ്ണതയുടെ വഴികളിൽ നടന്ന വ്യക്തിയുണ്ട്. പക്ഷേ പള്ളിയിൽ പോവുക എന്നത് ഞങ്ങളുടെ വീട്ടിൽ ഒരു റൂളായിരുന്നു. അമ്മച്ചിയുടെ ഒരു നിർബന്ധമായിരുന്നു. എത്ര കുസൃതിയാണെങ്കിലും എത്ര ഇതാണെങ്കിലും എല്ലാ ദിവസവും ചെറുപ്പത്തിലെ ഞായറാഴ്ച പള്ളിയിൽ പോകും. ഓരോ കാലഘട്ടത്തിലും ദേവാലയം നമുക്ക് വ്യത്യസ്തമായ ഫീലിംഗാണ് നമുക്ക് തരിക. കുട്ടിയായിരിക്കുമ്പോൾ ഒരു പക്ഷേ നിർബന്ധത്തിന് വഴങ്ങിയായിരിക്കും ദേവാലയത്തിൽ പോവുക. അച്ചടക്കവും അതുപോലുള്ള മറ്റ് അനുസരണയും ഭയവും നമ്മളിൽ ഉണ്ടാക്കുന്ന ഒരു സ്ഥലമാണ് ദേവാലയം. പിന്നീടാണ് നമ്മൾ മനസ്സിൻ്റെ വളർച്ചയനുസരിച്ച് ജീവിതത്തിൽ സ്വന്തമായി എന്തെങ്കിലും കാര്യങ്ങൾ ആലോചിക്കുകയോ ചിന്തിക്കുകയോ ഇൻട്രോസ്പെക്റ്റ് ചെയ്യാൻ തുടങ്ങുന്ന സമയമാണ്. ആ സമയത്ത് ഇൻട്രോസ്പെക്ഷൻ നടക്കുന്ന ഒരു സ്ഥലമാണ് ദേവാലയം എന്ന് പറയുന്നത്. ഭവനങ്ങളുടെ താക്കോൽദാനം ഗായകൻ KG മർക്കോസും സ്കോളർഷിപ്പ് വിതരണം മാത്യു കുഴൽനാടൻ MLAയും നിർവഹിച്ചു. ഫാദർ എൽദോ കുര്യാക്കോസ് സ്വാഗതവും ഫാദർ KK മർക്കോസ് കൃതജ്ഞതയും പറഞ്ഞു. GTV ന്യൂസ്, പൈങ്ങോട്ടൂർ.